ഒരു നാടിന്റെ വികസനത്തിന് റോഡുകളും പാലങ്ങളും അനിവാര്യമാണ്. അതിനായിട്ടാണ് കാലാകാലങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഭരിക്കുന്നവർ അതിന്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയായ റാന്നിയിലാണ്. കഴിഞ്ഞ 7 വർഷമായി അക്കരയും ഇക്കരയും മുട്ടാത്ത പമ്പാ നദിക്ക് കുറുകെയുള്ള റാന്നിയിലെ പുതിയൊരു ആർച്ച് പാലത്തിന്റെ കഥനകഥയാണ് നമ്മളോടിപ്പോൾ പറയാനുള്ളത്. കോൺഗ്രസിന്റെ നേതാവ് റെജി താഴമണ്ണാണ്. റെജി, എങ്ങനെയാണ് ഈ പാലത്തിന്റെ തുടക്കം? എന്തൊക്കെയാണ് ഇതിന്റെ ഒരു നാൾവഴികൾ വരുന്നതിന്റെ? ഇത് 7 വർഷം മുമ്പാണ് ഇതിന്റെ പണി ആരംഭിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പാലം വരുന്നെന്ന് പറയുന്ന റാന്നിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയായിരുന്നു. അപ്പം ഈ പാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ബൈപ്പാസ് പോലെ റാന്നിയിൽ ഇട്ടിയപ്പാറ ജംഗ്ഷൻ തൊടാതെ തന്നെ പൊന്തമ്പുഴ വഴി ഉള്ള നമ്മുടെ മൂവാറ്റുപുഴ പുനലൂർ ഹൈവേയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സംവിധാനമാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിനുവേണ്ടി 7 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങുകയും 155ഓളം ആളുകളുടെ സ്ഥലം അക്വയർ ചെയ്യുകയും ചെയ്തു. പക്ഷെ 7 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിൽക്കുമ്പം ഇവിടെ കാണുന്നതെന്ന് പറയുന്ന 4-5 കോൺക്രീറ്റ് പില്ലറുകളും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന തുരുമ്പിച്ച കമ്പികളും മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. ഒരു നാടിൻ്റെ വികസനത്തിന് ഉത്തരവാദിത്തമായ MLA ഉൾപ്പെടെയുള്ളവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഇപ്പോഴും ഇതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായ കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഈ കോൺക്രീറ്റ് പില്ലറുകൾ വന്ന ശേഷം ഈ പ്രദേശത്തുള്ള ആളുകൾക്കിവിടെ കുളിക്കാൻ സൗകര്യമില്ല. ഈ പ്രദേശത്തെ 100 കണക്കിന് 1000 ആളുകൾ ഈ കടവിൽ വന്നാണ് കുളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ശ്രീനിയും ഈ സുരേഷും ഒക്കെ ഈ കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് ആ ജനങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യം ഇല്ലാതായി. അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് പറയാവുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ് ഈ പേട്ട ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഏതാണ്ട് 2000-ലധികം ആളുകളാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കും കുളിക്കാനുള്ള ഏക ആശ്രയം ഈ കടവായിരുന്നു. അപ്പോൾ അതും അങ്ങ് നിന്നിരിക്കുകയാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് കാര്യമെന്ന് പറയുന്നത് 80 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിന്ദു മഹാസമ്മേളനം ഈ ആറിന്റെ തീരത്തായിരുന്നു നടത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ തൂണ് ഇവിടെ നിൽക്കുന്നതുകൊണ്ടും വെള്ളം ശരിയായിട്ട് ഒഴുകിപ്പോകാത്തതുകൊണ്ടും അതിന് വേണ്ട സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടും മറ്റൊരു സ്ഥലത്തായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ തരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ഈ ആർച്ച് പാലം വന്നതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധികാരത്തിലുള്ളവര് അതിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ പാലത്തിന്റെ പണി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രസിഡന്റ്, ഇപ്പൊ 7 വർഷം കഴിഞ്ഞു. അപ്പം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഇനി ആശങ്കയുണ്ട്. ഇതിന്റെ മണ്ടയ്ക്ക് ഇനി എങ്ങനെയാണ് ആർച്ച് പാലം വന്നത്? ബാക്കി ഇതിനിപ്പോൾ തുരുമ്പിച്ചിട്ടുള്ളതാണ് ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. എങ്ങനെയാണ് പ്രസിഡന്റ് ഇതിന്റെ ഭാവിയിലേക്ക് ഇത് നോക്കിക്കാണുന്നത്? ഞാൻ 7 വർഷത്തിലും ബേങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് അന്ന് റാന്നിയുടെ MLA ആയിരുന്ന രാജു എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഞാനും MLA കൂടെ അടക്കമെന്നാണ് ഇവിടെ ഈ പാലം പണിയുന്നതിന് വേണ്ടിയുള്ള കാൽനാട്ട് കർമ്മത്തിന്റെ കുറ്റിയടിച്ചത്. അന്നത്തെ MLA ആയിരുന്ന രാജു എബ്രഹാമാണ് പറഞ്ഞത് 2 വർഷം കൊണ്ട് ഇതിന്റെ പണി പൂർത്തീകരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൽ പണികൾ നടന്നു. അതിൻ്റെ 4 തൂണുകൾ ഇങ്ങനെ നാട്ടി എന്നുള്ളതല്ലാതെ മറ്റു പണികളൊന്നും തന്നെ നടന്നിട്ടില്ല. അതിമനോഹരമായ റാന്നി അവിട്ടം ജലോത്സവം നടക്കുന്ന ഈ പ്രദേശത്തായിരുന്നു അത് നിന്നുപോയി. അതോടൊപ്പം തന്നെ 100 കണക്കിന് അന്യ തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ് റാന്നി അങ്ങാടി എന്നൊക്കെ പറയുന്നത്. അവർ കുളിച്ചുകൊണ്ടിരുന്ന കടവായിരുന്നു ഇത്, അത് നിന്നുപോയി. അതുപോലെ തന്നെ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ സമ്മേളനം നടക്കുന്ന ഒരു വേദിയായിരുന്നു ഇത്, അത് നിന്നുപോയി. അന്ന് വേണ്ട ഈ പാലം വന്നത് കാരണം മുഴുവൻ പ്രസ്ഥാനങ്ങളും ഇവിടെ നിന്നുപോയി. അത് തന്നെയുമല്ല, ഈ പാലത്തിന്റെ അടിത്തൂണുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ അതിന്റെ മണ്ണെല്ലാം ഒലിച്ചുപോയി തൂണ് കമ്പി തെളിഞ്ഞ് നിൽക്കുന്ന വരെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരു പാലം വരികയാണെങ്കിൽ തന്നെ ഈ വസ്തുവെല്ലാം എൻക്രോച്ച് ചെയ്ത്, അന്ന് എൻക്രോച്ചൊന്നും ചെയ്തില്ല, തൂണിന്റെ പണി തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഇനിയിപ്പം വസ്തുവിൻ്റെ ഉടമസ്ഥരെയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സാമ്പത്തികമൊക്കെ കൊടുത്തുകൊണ്ട് വേണം ഇതിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകാൻ. ഇനിയും പൈസ കൊടുക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് പണി ഇങ്ങനെ നിന്ന് നിൽക്കുകയാണ്. റാന്നിയുടെ ഒരു വികസനം എന്ന് പറയുന്നത് ഈ പാലം കൂടെ വരുവാണെങ്കിൽ ഒരു വൺ വേ ആക്കി മാറ്റുവാനും, ഇതുവഴി റാന്നി മൂവാറ്റുപുഴ റോഡിന് സമാന്തരമായിട്ടൊരു റോഡ് ഒരു വൺ വേ വരുമ്പോൾ തീർച്ചയായും ഉണ്ടാകും. അതുണ്ടാകും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് റാന്നിക്കാർ നിൽക്കുന്നത്. അത് ഉടനെ ഒരു സഫലമാകുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കും. രജി, 2018 മഹാപ്രളയം ഏറ്റവും കൂടുതൽ ദുരിതം ധരിച്ച ഒരു സ്ഥലമാണ് റാന്നി. പ്രത്യേകിച്ച് പിന്നെ അതിന് തീർത്ഥാടന ശബരിമല ഉൾപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് റാന്നി. അങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്.
ഇപ്പൊ ഇതൊരു നോക്കുത്തിയായിട്ട് നിൽക്കുമ്പോൾ ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി, അതല്ലെങ്കിൽ ഇത് പൂർണ്ണ ഏറ്റവും ഈ റാന്നിയെ പറ്റി പറയുമ്പോഴേ, ശബരിമലയിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് ഇവിടുന്ന് അയ്യപ്പ ഭക്തന്മാർ കടന്നു പോകുന്ന വഴിയാണ് റാന്നി എന്ന് പറയുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരും ഈ കടവിൽ വന്ന് കുളിക്കുന്നവരുണ്ട്, അനേകം പേരുണ്ട്. തൊട്ട് അപ്പുറത്തുള്ള ക്ഷേത്രത്തിൽ വന്നിട്ട് അവിടെ തൊഴുത ശേഷം ഇവിടെ കുളിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഉള്ള ഒരു വലിയ അസൗകര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇങ്ങനെ 4 തൂണുകൾ നാട്ടി തുരുമ്പിച്ച കമ്പികളുമായിട്ട് അങ്ങ് മാറ്റിയിരിക്കുകയാണ്. അപ്പം ജനങ്ങളെല്ലാം വളരെ ഉത്കണ്ഠാകരാണ് ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണുമെന്നുള്ള. അധികാരികൾ അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കണമെന്നാണ് ഇപ്പോഴും ആവശ്യപ്പെടാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ പറയാൻ? എനിക്ക് പറയാനുള്ളത്, റാന്നിയുടെ ഒരു സ്വപ്നമായിരുന്നു ഈ പാലം. അത് ഇത്രയും കാലദൈർഘ്യം വരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. നമുക്കറിയാം, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ കടന്നു പോകുന്ന സ്ഥലമാണ്, റാന്നിയിൽ കൂടെ അവർ കടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വള്ളംകളി നന്നായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. ഇതിനെല്ലാം ഇപ്പോൾ അസൗകര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. റാന്നി ജനത വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ നാഡീ നരമ്പുകൾ പോലെ തന്നെയാണ് ഒരു നാടിന് റോഡ്, പാലം എന്നൊക്കെ പറയുന്നത്. ഇത്രയും കാലദൈർഘ്യം വന്ന് ജനങ്ങളെല്ലാം വളരെ അമർഷത്തിലാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഇവിടുത്തെ റാന്നിയുടെ പോരായ്മകൾ നികത്തുന്നത് വളരെ അത്യാവശ്യമാണ്. അതിന് അധികാരികൾ, ഞങ്ങളടക്കം എല്ലാവരും ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇതിന് പ്രോത്സാഹനം കൊടുക്കണമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം വിടുന്നു. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തിയല്ലേ? നമ്മുടെ റാന്നിയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ അത്യാവശ്യവും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാലമാണ്. കാരണം നമ്മുടെ റാന്നിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 3 പഞ്ചായത്ത് ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ്. പ്രത്യേകിച്ച് അങ്ങാടിയുമായിട്ട് ഇട്ടിപ്പാറയോ റാന്നിയൊക്കെ ഒരു ടച്ചും ഇല്ലാതെ കിടക്കുന്ന സമയത്ത് ഈ പാലം വന്നു കഴിഞ്ഞാൽ ഇത് അങ്ങാടി പഞ്ചായത്തിൽ കൂടെ വന്ന് പൊന്തപ്പുഴ ചാടുന്ന ഒരു 1 വേ സിസ്റ്റമായിട്ട് വരും. നമുക്കറിയാം, ഇപ്പോൾ റാന്നിയിൽ എന്തെങ്കിലും പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ മൊത്തം ട്രാഫിക്കാണ്. അതിന് ട്രാഫിക്കിന് ഒരു പരിഹാരമായിട്ടാണ് ഈ പാലം കൊണ്ടുവന്നത്. ഇപ്പോൾ 7 വർഷം മുമ്പ് പറഞ്ഞപ്പോൾ 2 വർഷം കൊണ്ട് പാലം പണി തീർക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഇതിന്റെ ആദ്യമായിട്ട് ഇതിന് വന്ന പാളിച്ചെന്ന് പറയുന്നത്, ഈ പാലം ടെൻഡർ ചെയ്യുന്നതിന് മുമ്പ് ഈ സ്ഥലം ഏറ്റെടുത്തില്ല. ആ സ്ഥലം ഏറ്റെടുക്കാതിരുന്നാണ് ഈ പാളിച്ച വന്നത്. അങ്ങനെ ഈ കോൺട്രാക്ടർമാർ 1.5 വർഷം പണി തീർത്തു കഴിഞ്ഞപ്പോൾ സ്ഥലം ഏറ്റെടുക്കാത്തതുകൊണ്ട് അവർ ഈ പണി നിർത്തിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഈ പാലം 2-2.5 വർഷം കൊണ്ട് പണി തീർന്നതിനാൽ. ഇപ്പം ഇനി ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ കമ്പി മൊത്തം തുരുമ്പെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ തുരുമ്പെടുത്ത കമ്പിയിൽ ആർച്ച് വന്ന് വീണാൽ അത് എത്രത്തോളം ബലമാകും എന്ന് നല്ല വിദഗ്ധരായ എഞ്ചിനീയർമാരെ കൊണ്ട് പരിശോധിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ പണി തുടങ്ങാവുന്നതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ റാന്നിക്ക് പണ്ടുണ്ടായ അനുഭവം വീണ്ടും റാന്നിക്കാർക്ക് ഉണ്ടാകാൻ ഇടവരുത് എന്ന് മാത്രമാണ്. അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ട് ഈ പാലം തീർക്കാൻ വേണ്ട നടപടികൾ ഈ ബന്ധപ്പെട്ട ഉള്ള ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഇതിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അവസാനമായിട്ട് ഇനി എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ജനങ്ങളോട് ഏറ്റവും അത്യാവശ്യമായിട്ട് പറയാനുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ ഈ കണ്ടത് പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ പറയുമ്പം ഈ പാലത്തിന്റെ തന്നെയല്ല, റാന്നി നിയോജക മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലും ഇതേ അവസ്ഥയാണ്. ഒരിടത്ത് പോലും റോഡുകളെല്ലാം താറുമാറായി കിടക്കുന്നു. ചില റോഡുകൾ അവിടെ ഇവിടെയും ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കി റോഡുകളൊക്കെ തകർന്നു കിടക്കുക. കാരണം നമുക്ക് എല്ലാ വഴികൾ കൂടെയും ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തർ കടന്നു വരുന്നു. അതിനൊരു പ്രയോറിറ്റി കൊടുത്തിട്ടില്ല. ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് തിരുവാഭരണം വരുന്ന ചെറുകോൽപ്പുഴയിൽ നിന്ന് റാന്നിയിലേക്കുള്ള റോഡ്. വളരെ ഒരുപാട് ശ്രമഫലമായിട്ട് അവിടെ ഒരു കുഴിമൂടൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. അവിടുത്തേതും ഇതുപോലെ തന്നെ 4 വർഷങ്ങൾക്ക് മുമ്പേ MLA പ്രഖ്യാപിച്ചു അവിടെ 52 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ 4 വർഷം കഴിഞ്ഞു, ഈ കാലാവധി തീർന്നിട്ടും അവിടെ ഒരു മെറ്റിലോ ഒരു മണലോ അവിടെ ഇതുവരെ ഇറക്കിയിട്ടില്ല. അപ്പം ഇത് മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഇത്തരത്തിൽ വികസന മുരടിപ്പാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ശക്തമായ മാറ്റം വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അങ്ങനെ ആ വികസന മുരടിപ്പ് മാറാൻ വേണ്ടിയാണ് ഇവരെ പോലുള്ള ജനപ്രതിനിധികളൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവിടുത്തെ ജനപ്രതിനിധികളോട് പറയുന്നത്. അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് ഈ പാലവും ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. റാന്നിയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ.